ഇത് കുടുംബത്തിൽ വല്ലാത്ത തകർച്ചകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. ഉറപ്പാ. നന്ദിനി നമ്മുടെ മകളായി തന്നെ ഇരിക്കണം എന്ന് എന്റെ ആഗ്രഹം. മരുമകളാക്കി വെച്ച് ഇനി അവളുടെ ജീവിതം തൊലയ്ക്കാൻ ഞാൻ തയ്യാറല്ല. നന്ദിനി എനിക്കെന്റെ മകളാ. അവളുടെ മനസ്സ് അമ്മയായ ഞാൻ കാണാതെ പോയാ ദൈവം എന്നോട് കണക്ക് ചോദിക്കും. ഗിരീഷിന് നന്ദിനിയോടും നന്ദിനിക്ക് ഗിരീഷിനോടും മാനസികമായ അടുപ്പമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അവരുടെ കല്യാണം നടത്തി കൊടുക്കും. ആരെതിർത്താലും എന്റെ തീരുമാനം ഞാൻ നടപ്പിലാക്കും. കാരണം ഇതൊരമ്മയുടെ തീരുമാനോ. സർ, വൈശാഖിനെ തട്ടിക്കൊണ്ട് പോയതൊന്നുമല്ല. ഞാൻ പോയത് എൻ്റെ ആഗ്രഹപ്രകാരം. ഈ തെറ്റ് ചെയ്തതിന് ഞങ്ങൾ രണ്ടാളും ഒരേപോലെ ഉത്തരവാദികളാണ്. കുട്ടി ഞങ്ങളുടേതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ കുഞ്ഞിന് ഞങ്ങൾക്ക് തരണ്ടേ? നിങ്ങളൊരു കളങ്കമില്ലാത്ത മനുഷ്യനാണ്. അതാ ഇത്തരം ചതിയൊക്കെ സഹിക്കാൻ പറ്റാത്തത്. മറന്നുകള ഇവിടെയൊക്കെ. നിങ്ങൾ വളരെ അന്തസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. പാരമ്പര്യവും സംസ്കാരവും ഉള്ള ഒരു തറവാട്ടിലെ അംഗം. ഇത്തരം മനുഷ്യരുമായുള്ള ബന്ധം നിങ്ങൾക്ക് മാനക്കേടാ. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനും നിങ്ങളുടെ വീട്ടുകാർക്കും വേണ്ടി ജീവിക്കേ. നീയൊക്കെ മനുഷ്യകുലത്തിൽ പിറന്നവളാണോടി? പ്രസവിച്ച ശേഷം ആ കുട്ടിയെടുത്ത് കടന്നു കളയുക. നീ മൃഗങ്ങൾക്ക് പോലും അപമാനമാണ്. ഒരു മൃഗം പോലും ചെയ്യില്ല ഇത്ര ക്രൂരമായ പ്രവൃത്തി. മാതൃത്വത്തിൻ്റെ മഹത്വം പോലും അറിയാത്ത കുറെ വികൃത ജന്മങ്ങൾ. ACP, കോഫി കുടിക്കുന്നില്ലേ? കുടിക്കാം. എന്താ ACP? എന്തോ ടെൻഷൻ ഉണ്ടല്ലോ. മീനാക്ഷി, എൻ്റെ അടുത്ത് വന്നിരിക്കെ. വാ. എന്താ ഇങ്ങനെ? എന്തെങ്കിലും ഒന്ന് പറ ACP. ഞാൻ ഇന്നലെ മൈഥിലിയെയും ആ വൈശാഖിനെയും കണ്ടിരുന്നു. എന്നിട്ട് ACP അവരെ തല്ലോ മറ്റോ ചെയ്തോ?
ഇല്ല. കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് അവര് കമ്മീഷണറുടെ വീട്ടിൽ ഓടിക്കേറി. നടന്നതെല്ലാം ഞാൻ നിന്നോട് പറയാം. സോ എന്തൊക്കെ ACP നിങ്ങളെക്കുറിച്ച് കേൾക്കുന്നത്? നിങ്ങളിവരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് കാണിച്ച് ഇവരൊരു പരാതി തന്നിട്ടുണ്ട്. അതാ നിങ്ങളെ വിളിപ്പിച്ചത്. തട്ടിക്കൊണ്ട് പോയതൊന്നുമല്ല. ഞാൻ പോയത് എൻ്റെ ആഗ്രഹപ്രകാരം. ഈ തെറ്റ് ചെയ്തതിന് ഞങ്ങൾ രണ്ടാളും ഒരേപോലെ ഉത്തരവാദികളാണ്. ഞാൻ അവളെ കല്യാണം കഴിച്ചത് തെറ്റായി പോയ മീനാക്ഷി. എനിക്കില്ലാത്ത എന്ത് പേഴ്സണാലിറ്റി അവനുള്ളത്? അവനെക്കാളും എഡ്യൂക്കേറ്റഡ് അല്ലേ ഞാൻ? അവനെക്കാളും കുടുംബ മഹിമയുള്ളവനല്ലേ ഞാൻ? അവന് ഒരു തൊഴിലുമില്ല. ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി അല്ലേ? എന്താ മീനാക്ഷി അവള് എന്നിൽ കണ്ട ഒരു കുറവ്? എന്താ ACP ഇത്? ACP ഇങ്ങനെ ചെറുതാവല്ലേ? ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടുകളാണ് ഉള്ളത്. ഒരാൾക്ക് മറ്റൊരാളോട് സ്നേഹം തോന്നുന്നത് കഴിവ് കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ ഒന്നും ആയിരിക്കണമെന്നില്ല. അതവരുടെ മനസ്സിന്റെ പ്രത്യേകത കൊണ്ടായിരിക്കണം. അവൾ അവനെ ഇഷ്ടപ്പെട്ടു പോയി. എനിക്ക് തോന്നുന്നത് ACP അവളെ കല്യാണം കഴിക്കുന്നതിന് വളരെ മുൻപ് തന്നെ അവര് തമ്മിൽ പ്രണയത്തിലായിരുന്നിരിക്കണം. പിന്നെ അവൾ എന്തിന് ഞാനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതം മൂളി? എന്തിനെന്നെ ചതിച്ചു? ഈ ക്വസ്റ്റ്യൻസിനൊക്കെ അവളുടെ കയ്യിൽ ആൻസർ ഉണ്ട്. ഞാൻ എന്ത് പറയാനാ? എന്നെ എന്റെ കുഞ്ഞിനെയും ചതിച്ചിട്ട് പോയാ അവളോട് ഞാൻ ക്ഷമിക്കണോ? ക്ഷമിക്കണം. അവളോട് നിങ്ങൾ റിവെഞ്ചിന് ചെന്നാ അവക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷേ ACPക്ക് പലതും നഷ്ടപ്പെടും. നമ്പർ 1, നിങ്ങളുടെ അഭിമാനം. മീനാക്ഷി, എത്ര നല്ല കാര്യങ്ങളാ മീനാക്ഷി നീ എനിക്ക് പറഞ്ഞു തരുന്നത്. നിന്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടുന്നത്. ആ പോസിറ്റീവ് എനർജി എങ്ങനെ ഉണ്ടായതാന്ന് നിങ്ങൾക്കറിയോ? ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അത് തന്നെ അതിന്റെ കാരണം. എനിക്ക് നിങ്ങളോട് പ്രേമമാണ്. മരണം വരെ നീളുന്ന പ്രണയം. ഈ താലിമാലയുണ്ടല്ലോ, ഇത് നിങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് കോരിയിട്ട് പ്രണയത്തിന്റെ അടയാളമാണ്. ഇതിങ്ങനെ ഹൃദയത്തോട് പതിഞ്ഞു കിടക്കുമ്പോൾ എനിക്ക് നിങ്ങളെയും നിങ്ങൾക്ക് എന്നെയും പ്രണയിച്ചേ പറ്റൂ. മീനാക്ഷി,
അകലെ എന്നാൽ അരികിൽ നാം, അരികിൽ എന്നാൽ അകലെ നാം. വെറുതെയാണീ ചുവരുകൾ വെറുതെയാ ഇതെന്താ പാലൊന്നും എടുക്കാതെ വന്നത്? പാല്? പിന്നെ പാല് കൊണ്ടുവരുന്നത് എന്തിനാണെന്നറിയാത്തൊരു പഞ്ചപാവം. ഏ, ഉം. ജീവിതത്തിലൊരു സമാധാനം കിട്ടിയതെന്നാ. സത്യം പറഞ്ഞ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഇന്നാ. എനിക്ക് നിന്റെ കൂടെ ഉറങ്ങാനുള്ള സമയമൊന്നും ആയിട്ടില്ല. അതെന്താ? ഞാൻ എന്ത് വേദന അനുഭവിക്കുന്നെന്ന് നിനക്കറിയാവോ? വേദനയോ? ആ, കുഞ്ഞിന് പാല് കൊടുക്കാഞ്ഞിട്ട്. പ്രസവം കഴിഞ്ഞൊരു പെണ്ണിന്റെ ശാരീരിക പ്രശ്നങ്ങളൊന്നും പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല. എന്റെ നെഞ്ചും പുറവും വേദന കൊണ്ട് പൊളയുവാ. ഛേ, വൈശാഖേ, ഇങ്ങനെയാണെങ്കിൽ പിന്നെ കല്യാണം കഴിച്ച എന്തിനാ? എന്റെ ഈ പ്രശ്നം നീ മനസ്സിലാക്കാത്തത് എന്താ വൈശാഖേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഡോക്ടറെ കാണാം. ഈ ഫീഡിങ് നിർത്താൻ പറ്റുമല്ലോ, അതിന് മെഡിസിൻസ് ഉണ്ട്. ഡോക്ടറെ കാണണം, അതേ പറ്റൂ. ഇത് ഞാൻ പലതവണ നിന്നോട് പറയണമെന്ന് കരുതിയതാ. പക്ഷെ അതിനുമുമ്പ് ഒരു തവണയെങ്കിലും എനിക്കെന്റെ കുഞ്ഞിനൊന്ന് പാല് കൊടുക്കണം. ഒരു തവണയെങ്കിലും. അതെങ്ങനെ നടക്കും? എങ്ങനെയെങ്കിലും നീ എന്റെ ഈ ആഗ്രഹം ഒന്ന് നിറവേറ്റി തരണം. ഇതൊരു അമ്മയുടെ അപേക്ഷയടാ. ഇതൊരു പുലിവാലായല്ലോ. ഇവളോടൊത്തൊരു ദാമ്പത്യ ജീവിതം നയിക്കണമെങ്കിൽ എന്തെല്ലാം റിസ്ക്കാണ്. നീ എന്താടാ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. വൈശാഖേ, എന്റെ ഈ അപേക്ഷ നീ നടത്തി തരുവോടാ? എന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച്. നീ ധൈര്യമായിട്ടിരിക്കെ, അത് ഞാൻ ഏറ്റു. അതെങ്ങനെ? അതെങ്ങനെയെന്നൊന്നും നീ എന്നോട് ചോദിക്കണ്ട. നിന്റെ ഈ ആഗ്രഹം ഞാൻ നടത്തി തരും. പ്രോമിസ്? പ്രോമിസ്. ദൈവമേ, എനിക്ക് സന്തോഷമായി. അതിനുശേഷം നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ബ്രസ്റ്റ് ഫീഡിംഗ് എന്നേക്കുമായിട്ട് നിർത്താം. എടാ, കുഞ്ഞിന് പാല് കൊടുക്കണമെങ്കിൽ ചെമ്പകമംഗലത്തേക്ക് പോണ്ടേ? പോണം. അയ്യോ, അവിടെ ചെന്ന് അത് വലിയ പ്രശ്നമാവില്ലേ? ഒരു പ്രശ്നവുമില്ല. ഇരു ചെവി അറിയാതെ ഈ കാര്യം ഞാൻ നടത്തും. എൻ്റെ മൈഥിലി എൻ്റേത് മാത്രമാവണം. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും.
എത്ര സിമ്പിളായിട്ടാ അമ്മയും നന്ദിനിയൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നതും പെയിന്റ് ചെയ്യുന്നതൊക്കെ. കണ്ട സിമ്പിൾ, പക്ഷെ എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുമോ? ഈ ടാലന്റ് എന്ന് പറയുന്നത് ഇതാ. നമുക്ക് ഈ വിഷയം വിടാൻ ഗിരി. എനിക്ക് ഗിരിയോട് വേറെ ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്താ അമ്മേ? സ്വന്തം അമ്മ ചോദിക്കുന്നതായിട്ട് കരുതിയാ മതി. എന്താ ഗിരി ഒരു വിവാഹത്തെക്കുറിച്ച് ഇതുവരെ ചിന്തിക്കാതിരുന്നത്? ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ ഗിരി? ഗിരിക്കും വേണ്ടേ ഒരു കുടുംബം? അമ്മയുടെ ഈ ചോദ്യം ഞാൻ തന്നെ എന്നോട് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല. ഒന്നാമത്, എനിക്ക് സ്വന്തക്കാരായിട്ട് ആരുമില്ല. അതൊരു കുറവായിട്ട് തന്നെയാ എനിക്ക് തോന്നിയിട്ടുള്ളത്. രക്തബന്ധമുള്ളവർ മാത്രമേ സ്വന്തക്കാരാവൂ എന്നുള്ള ധാരണ തെറ്റാ ഗിരി. നമ്മളെ മനസ്സിലാക്കുകയും സ്നേഹിക്കുന്നവരുമെല്ലാം നമ്മുടെ സ്വന്തക്കാര് തന്നെയാ. അത് അമ്മ പറയുന്നത് ശരിയാ. എനിക്ക് അങ്ങനെയുള്ള ബന്ധങ്ങളല്ലേ ഉള്ളൂ. അവരാരും ഗിരിക്കൊരു കുടുംബജീവിതം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലല്ലോ. അതിപ്പോ ഓരോരുത്തർക്കും ഓരോ ജീവിത തിരക്കുകളല്ലേ അമ്മേ. ഞാൻ ചോദിക്കുന്നത് വിവാഹ ജീവിതത്തോട് ഗിരിക്ക് എതിർപ്പൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലമ്മേ. മാനസികമായി പൊരുത്തപ്പെടുന്ന ഒരു പെൺകുട്ടി എന്നെ ഇഷ്ടപ്പെടാൻ തയ്യാറായാൽ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാ. അങ്ങനെയൊന്നും ഇതുവരെ ഒത്തുവന്നില്ല. ഞാൻ തിരക്കാനും പോയില്ല. അതാ കല്യാണം നടക്കാതിരുന്നത്. ഗിരിക്ക് ഞാനൊരു കല്യാണം ആലോചിച്ചാലോ? ആ, അത് ശരി. ലെജൻഡായ അമ്മ മാരേജ് ബ്യൂറോയും തുടങ്ങിയോ? ഗിരിക്ക് എല്ലാം കൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. എന്തു പറയുന്നു? അതാരമ്മേ? ആരായിരിക്കും? സസ്പെൻസിൽ നിർത്താതെ അമ്മ തന്നെ പറയണം. ഗിരിക്ക് ആളെയൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്റെ മകൾ നന്ദിനി. എന്റെ മകന്റെ ഭാര്യയായി എന്റെ മരുമകളായി ഈ വീട്ടിലേക്ക് കയറി വന്നവളാ നന്ദിനി. അവൾ എന്റെ മകളാ. ഞാൻ ദത്തെടുത്ത എന്റെ മകള്. ആ കഥയൊക്കെ മറ്റാരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ലവളായ ഭാര്യ വലിച്ചെറിഞ്ഞ് മറ്റൊരു പെണ്ണിന്റെ കൂടെ പോയ മകനെ ഇരിക്കപ്പിണ്ടം വെച്ചു. എന്നിട്ട് ആ മകളെ സ്വന്തം മകളായി സ്വീകരിച്ചു. ഇതിനപ്പുറം ഈ അമ്മയ്ക്ക് എന്ത് മഹത്വം വേണം? എന്റെ മരുമകള് മഹത്വമുള്ളവളായിരുന്നു. അവള് നല്ലവളും പാവമായിരുന്നു. അതാ ഞാൻ അവളെ എന്റെ മകളായി ദത്തെടുത്തത്. എന്റെ മകൾ നന്ദിനിക്ക് നല്ലൊരു കുടുംബജീവിതം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ അവസരത്തിലാ ഒരു നിയോഗം പോലെ ഗിരി ഇങ്ങോട്ട് വന്നത്. നിങ്ങൾ തമ്മില് എല്ലാം കൊണ്ട് നല്ല ചർച്ചയായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അതാ ഞാൻ ഇങ്ങനൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഗിരി എന്തു പറയുന്നു? ഞാനെന്തു പറയാനമ്മേ, എനിക്ക് സന്തോഷ. നന്ദിനിയെ പോലെ ഒരു പെണ്ണിനെ ഭാര്യയെ കിട്ടാന്ന് പറഞ്ഞ അതൊരു സുഹൃത. സത്യം പറഞ്ഞ ഐ എം വെരി ഹാപ്പി. ഈ പ്രപ്പോസല് നന്ദിനിക്ക് ഇഷ്ടപ്പെട്ട നന്ദിനി വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാ. അവക്ക് ഇഷ്ടപ്പെടും. പക്ഷേ ഞാൻ ചോദിച്ചിട്ടില്ല. അവളുടെ മനസ്സൊക്കെ എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ താമസിയാതെ വിവാഹം നടത്താൻ ഗിരി തയ്യാറാണോ? പിന്നെന്താ, തീർച്ചയായും.